ആൾ വേറെ കല്യാണം കഴിച്ചു. ഞാനും എൻ്റെ കുഞ്ഞുമായിട്ട് അച്ഛൻ്റെ അമ്മയുടെ അടുത്താണ്. ഇപ്പം പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ തിരക്കാനും എടുക്കാനും ഒന്നും പോയിട്ടില്ല, വിളിക്കാനോ സംസാരിക്കാനോ ഒന്നും പോയിട്ടില്ല. പക്ഷെ എനിക്കൊരു പാഠം കിട്ടി അതിലൂടെ. ഒരാളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടല്ലോ, ആ ചതിക്കുന്ന ഫീലിങ്സും ആ ഒരു വേദനയുണ്ടല്ലോ. ഞാനൊരു 3 മാസത്തോളം ഞാൻ ഉറങ്ങിയിട്ടില്ല. ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമമായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ കല്യാണം കഴിഞ്ഞ് വേറെ കല്യാണം കഴിഞ്ഞ് 2 മക്കളായി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഡിവോഴ്സ് ആകുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ആൾ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞ അന്ന് രാത്രിയിൽ എന്നെ വീഡിയോ കോൾ വിളിച്ച് എന്നെ കാണിച്ചു തന്നു. എനിക്കങ്ങ് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അങ്ങ് അപ്പുറമായി പോയി. കാരണം ഞാൻ ഇറങ്ങി പോയിട്ടാണല്ലോ എനിക്കിത് പറ്റിയെന്നുള്ളൊരു വിഷമം എനിക്ക്. നാട്ടുകാരുടെ കളിയാക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ സഹിക്കാൻ പറ്റത്തില്ല. എൻ്റെ ദൈവമേ, അമ്മാതിരി കളിയാക്കുമായിരുന്നു എന്നെ കളിയാക്കുന്നത്. നീ എന്ത് കണ്ടിട്ടാണ് നീ പോയത്, നീ അതില്ലേ ഇതില്ലേ, പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ഒരു ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ഇവിടെ അന്ന് എൻ്റെ കുഞ്ഞിന് 1.5 വയസ്സേ ഉള്ളൂ. ആ കുഞ്ഞിനെ കൊണ്ട് ഞാൻ വീട്ടിൽ വന്നായിരുന്നു. അപ്പോൾ അച്ഛൻ ജോലിക്ക് പോയിട്ട് കൊണ്ടുവരുന്നത് കൊണ്ട് മാത്രം പറ്റത്തില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, പിന്നെ അനീതിയുടെ കല്യാണം കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും കടങ്ങളായി, വീട് ലോൺ വെച്ചു. അത് കഴിഞ്ഞ ശേഷം ഞാൻ കരുതി ജോലിക്ക് പോയി തുടങ്ങാം. കുഞ്ഞിനെ കൊണ്ട് തന്നെ കുഞ്ഞുണ്ടല്ലോ, കുഞ്ഞിനെ നോക്കണ്ടേ, എത്രയായാലും ഞാൻ പ്രസവിച്ച കുഞ്ഞല്ലേ. ഒരാളെ ആളും കൊണ്ടുപോയി, ഒരാളെ എൻ്റെ കയ്യിലും തന്നെ. എനിക്ക് ഒരേ സമയം 2 ദുഃഖം. എനിക്ക് ഒന്ന് എൻ്റെ കുഞ്ഞ് പോയി, 2 എൻ്റെ ഭർത്താവ് പോയി. 2 പേരും അവരവിടെ. ഞാൻ തട്ടുകട ജോലിക്ക് നിന്നിട്ടുണ്ട്, ഞാൻ പെട്രോൾ പമ്പിൽ ജോലിക്ക് നിന്നിട്ടുണ്ട്, ഞാൻ വെളുപ്പിന് പത്രം ഇടാൻ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ചെയ്യാത്ത ജോലി ചുരുക്കോ ഞാൻ കശുവണ്ടി ഫാക്ടറി ജോലിക്ക് പോയിട്ടുണ്ട്. ഞാൻ അവിടുന്ന് പ്ലാറ്റ്ഫോം ചെത്താൻ ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് ഈ സമയം വരെ ഞാനൊരു 500 കൂടുതലുള്ള ഒരു ഡ്രസ്സ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഇട്ടിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിലെ കാര്യം. എൻ്റെ വീട് ഇപ്പോൾ ഓലയിട്ട വീടാട്ടോ. ഓലയിട്ട് മറ്റേ കട്ട കിട്ടിയ ആ വീടാ. എൻ്റെ കൊച്ച് ഈ ടൈലൊക്കെ ഇട്ട വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ മോൻ ചോദിക്കും, അമ്മ ഇതെന്താ നമ്മുടെ വീട്ടിൽ ഇല്ലാത്ത, നമ്മുടെ വീട് മാത്രം എന്തോ ഈ ചാണകം തളിച്ച് തറയാട്ടിരിക്കുന്നത്. എൻ്റെ കുഞ്ഞ് എന്നോട് ചോദിക്കുന്നു, അമ്മയ്ക്ക് ആരും ഇല്ലെങ്കിലും ഞാനില്ല അമ്മയ്ക്ക്, അമ്മ എന്തിനാ വിഷമിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു വീട് വേണം. എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം. അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ കിടക്കണം. പഴയ വീടിന് കഥയില്ല, അടച്ചുറപ്പുള്ളൊരു വീട് വേണം. അതെൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ഇങ്ങനെ കുഞ്ഞിനെ വളർത്തണം. എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് എനിക്ക് ജീവിക്കണം.